പറയാൻ പോകുന്ന കാര്യം ഒരുപാട് പേർക്ക് റിലേറ്റബിൾ ആയിരിക്കും. വേറൊന്നുമല്ല, ചെറുപ്പത്തിലായാലും ഒരു സ്റ്റേജിൽ എത്തിയതിന് ശേഷമാണെങ്കിലും അഡൽട്ട്ഹുഡിലേക്ക് വന്നതിന് ശേഷമാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് കമ്പാരിസൺ. ഒരു ഫാമിലിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺസ് ഉണ്ട്. അതുപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്കും അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികളുടെ ഇടയ്ക്കും ഒക്കെ കമ്പയർ ചെയ്താണ് നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നമ്മളെ ബ്രെയിൻ ഈറ്റിംഗ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സിറ്റുവേഷൻ ആയിരുന്നു നമ്മളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളത്. എന്തിനാണ് ഈ കമ്പാരിസൺ എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിഞ്ഞൂടാ. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളുടെ റിലേറ്റീവ് അല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്ന ആരെങ്കിലും ഒരാൾ അവരുടെ കുട്ടീനെ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ നമുക്കും ആ സ്കൂളിൽ വിടണം. എന്തോ ഒരു ഈഗോയാണോ, പ്രസ്റ്റീജ് ഇഷ്യൂ ആണോ, എന്താണെന്ന് എനിക്കറിയില്ല. എന്തിനാണ് ഇങ്ങനെ ഒക്കെ തോന്നുന്നതെന്ന് എനിക്കിപ്പോൾ ചിന്തിക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ആലോചിച്ചിങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ലൈഫിൽ എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മൾ അത് റിലേറ്റ് ചെയ്ത് ചിന്തിക്കുമല്ലോ. എന്തിനായിരുന്നു ഈ മാർക്സിൻ്റെയൊക്കെ പേരിൽ, അല്ലെങ്കിൽ ഓരോ കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇന്ന ആൾ ഡ്രോയിങ്ങിൽ നല്ലതാണ്, നിനക്കെന്താ ഡ്രോയിങ് പഠിച്ചാൽ? എല്ലാവരെയും നമ്മൾ ഒരുപോലെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിപ്പോഴത്തെ ആയാലും എല്ലാ പാരൻസ് ആണെങ്കിലും ഒക്കെ എനിക്കുള്ളൊരു പേഴ്സണൽ റിക്വസ്റ്റാണ്, നമ്മളെപ്പോഴും അവരെ കൊണ്ട് എന്താണോ പറ്റുന്നത്. ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനത്തെ ട്രോമാസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ ട്രോമാസ്. ഞാൻ ഓപ്പണായിട്ട് പറയുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം ഞാൻ അത്ര പഠിക്കാൻ കഴിവുള്ള കുട്ടിയൊന്നും ആയിരുന്നില്ല. ഐ വാസ് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്. എനിക്കത് പറയുന്നതിൽ ഒരു നാണക്കേടും ഇല്ല. ബിക്കോസ് നമ്മൾ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല നമ്മുടെ ബെഞ്ച് മാർക്ക് ടു സക്സസ്, അതല്ല. അല്ലെങ്കിൽ എൻഡ് ഡെസ്റ്റിനേഷനൊന്നും അല്ല നമ്മുടെ മാർക്സ്. കുറച്ച് മാർക്സ് കുറഞ്ഞു എന്നും പറഞ്ഞ് ഇപ്പോൾ 100ൽ 99.5 കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൺസേൺഡ് ആവുന്ന പാരൻസ് ഉണ്ട്, ഭയങ്കരമായിട്ട് വറീഡ് ആവുന്ന കുട്ടികളുണ്ട്. നമ്മൾ ആക്ച്വലി അവർക്ക് പഠിക്കുന്നതിന് നമ്മളിങ്ങനെയും കേട്ടിട്ടുണ്ട്, ഞാൻ എല്ലാ സൗകര്യങ്ങളും നിനക്ക് ചെയ്തു തന്നു, വീട്, ക്യാഷ്, റൂം എല്ലാം തന്നു, എന്നിട്ട് നീ പഠിച്ചില്ല. ചോദിക്കുമ്പോൾ ഓരോന്ന് വാങ്ങിച്ചു തന്നു. ഇതൊക്കെയാണോ ഒരു കുട്ടിക്ക്? ഇത് വേണം, ഒബ്വിയസ്ലി ഇതൊക്കെ വേണം. പക്ഷേ സമാധാനം, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ എന്നുള്ളൊരു കാര്യമുണ്ട്. അതൊരു കുട്ടിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട കാര്യം. സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യവും ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കുക്കിംഗ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ആണെങ്കിൽ പോലും, എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും, മൈന്യൂട്ടായ കാര്യങ്ങളാണെങ്കിൽ പോലും, ഓൺലി വെൻ വി ആർ ഗെറ്റിംഗ് എ സേഫ് അറ്റ്മോസ്ഫിയർ ആൻഡ് എ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നമുക്കത് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ഹാപ്പിനെസ് കൊടുക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ മണി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നതിനേക്കാളും ആർ വി ഗിവിങ് ദം എ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, ആർ വി ഗിവിങ് ദം ലെസ് പ്രഷർ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക. ഒരുപാട് പ്രഷർ കയറ്റിയിട്ട് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ സേഫ് അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് ട്രോമാസ് കുട്ടികളുടെ മൈൻഡിലുണ്ടാവും. നമ്മൾ ചിന്തിക്കും, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതിന് മാത്രം എന്ത് ട്രോമയാണ് നിനക്കുള്ളതെന്ന്. എങ്ങനെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം എല്ലാവർക്കും, ഒരു കുഞ്ഞു കുട്ടിയുടെ മനസ്സിലായിരിക്കും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഹിഡൻ ട്രോമാസ് ഉള്ളത്. അപ്പം ആ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ അഡൽട്ട്ഹുഡിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. സോ അതുകൊണ്ട് തന്നെ കമ്പാരിസൺ അല്ലെങ്കിൽ നമ്മൾ ഈ മെറ്റീരിയലിസ്റ്റിക് ഹാപ്പിനെസ് ഒക്കെ ചെയ്തു കൊടുത്തതിൻ്റെ കാര്യം പറഞ്ഞ് അവരെ ആ ഒരു പ്രഷർ കൊടുക്കുക, പഠിക്കാനായാലും വർക്കിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും. നമുക്കെപ്പോഴും വേണ്ടത്, എന്തു വന്നാലും ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് നമുക്ക് തെളിയിച്ചു തരുന്ന ആൾക്കാരാണല്ലേ നമ്മുടെ നിയർ ആൻഡ് ഡിയർ വൺസ്. അവർ പറച്ചിലല്ല, എന്ത് വന്നാലും ഞാനുണ്ട് എന്ന് പറയുന്നതിലല്ല, നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കുന്നതിലാണ് നമുക്ക് എപ്പോഴും സക്സസ് ഉണ്ടാവുന്നത്.